ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇപ്പോൾ മുരിങ്ങടയിലൊക്കെ നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട് അല്ലേ. മഴയൊക്കെ ഒന്ന് ചെറുതായി പെയ്ത് തുടങ്ങിയതിൻ്റെ ശേഷം നല്ല ഇല നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇല പൊട്ടിച്ചിട്ട് മുട്ടയും കൂട്ടിയിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങടയില നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായ കാരണം നല്ല തളിർത്ത ഇല തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് പൊട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചധികം മാങ്ങ കിട്ടിയിട്ടുണ്ട്. ലൈലയുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. ലൈല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ എന്താ പറയുക, അതിനൊരു പ്രത്യേക ഒരു ബന്ധം എന്ന് പറയാൻ പറ്റില്ല. കൂട്ടുകാരിത്തിയാണ്, അതുപോലെ കൂടപ്പിറപ്പാണ്, അങ്ങനെ പല ബന്ധങ്ങളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിൽ മാത്രമല്ല, ഞങ്ങളെ വീട്ടുകാർ തമ്മിലും ഭയങ്കര സ്നേഹമാണ്. പിന്നെ എനിക്കൊരു നാത്തൂനെ കിട്ടിയിട്ടുണ്ട്, അവൾ ആങ്ങളുടെ ഭാര്യ. അപ്പോൾ പിന്നെ എന്താ പറയുക, മക്കൾ, അങ്ങനെ ഞങ്ങൾ ആ ഒരു ബന്ധം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രാവിലെ എനിക്ക് എന്നും രാവിലെ സലാം ചൊല്ലിയിട്ട് ഒരു വോയിസ് വരുന്നത്, മുടങ്ങാതെ വരുന്നത് അവളുടെയാണ്. അതിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അവൾ വിളിക്കൂട്ടോ, എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട്. പരിപ്പിട്ട് കൂട്ടാൻ വെക്കുക, ചക്കക്കുരു മുരികടല ഉപ്പേരി വെക്കുക, പിന്നെ കോഴിമുട്ട ഇട്ടിട്ട് ഉപ്പേരി വെക്കുക, പിന്നെ മുരികടല താളിപ്പുണ്ടാക്കുക, ഒക്കെ ആയിരുന്നു പറ്റും മുരികടല. അപ്പോൾ ഇതാണ് അവളെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച മാങ്ങ കേട്ടോ. ഈ മാങ്ങ ഒന്നല്ല, ഈ പ്രിയൊരു മാങ്ങ ഉണ്ട്, പേരക്ക മാങ്ങ എന്നൊക്കെ പറയില്ലേ നമ്മൾ, പുളിയൊന്നും ഇല്ലാത്ത മാങ്ങ, അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുപോലെ മൂവാണ്ട മാങ്ങ ഉണ്ട്, അതൊക്കെ പഴുപ്പിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഐഷാത്താക്ക് കുറച്ച് മാമ്പഴ പുളിശ്ശേരി കൊടുത്തയക്കണം കേട്ടോ. അന്ന് ഉണ്ടാക്കിയിട്ട് ഐഷാത്താക്ക് കൊടുക്കാൻ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവിടെ വിരുന്നേരമൊക്കെ ഉള്ള കാരണം. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആയാലും ഇവിടെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു വീട് മാറിയിട്ട് കുറച്ച് അങ്ങോട്ട് പോയാലും ഞങ്ങൾ ആ ഒരു ബന്ധത്തിന് ഒരു കുറവുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ലൈലാനെ പറ്റി പറഞ്ഞത് അവിടെ അവസാനിപ്പിച്ചില്ലേ, ഉമ്മയുടെ ആ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഉപ്പാക്കും ഉമ്മാക്കും സ്വന്തം മോളെ പോലെയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒന്ന് വന്നാൽ, എനിക്ക് മോനിക്ക് എന്തെങ്കിലും വന്നാൽ ദുആ ചെയ്യണ കൂട്ടത്തിൽ അവരും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെയുള്ള ഒരു ബന്ധങ്ങൾ കിട്ടില്ലാണ്. അവിടെ എന്തുണ്ടെങ്കിലും അതിൻ്റെ ഒരു പങ്ക് എനിക്കുണ്ടാവും കേട്ടോ. അപ്പോൾ പള്ളിക്ക് എന്തെങ്കിലും നേർച്ചകൾ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചോറ് മേടിക്കണമെങ്കിൽ അതേപോലെ അവൾ മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്തയക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു ബന്ധങ്ങളൊക്കെ അപൂർവമായിട്ട് കിട്ടുന്നതാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, അതിന് വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ മാമ്പഴ പുളിശ്ശേരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചെറുപ്പത്തിലത്തെ ഒരു ഓർമ്മയിൽ നമ്മൾ മാങ്ങ ഇങ്ങനെ ചപ്പി കഴിക്കുമല്ലോ, അപ്പോൾ അതുപോലെ കണ്ടില്ലേ, ഇങ്ങനെ ആക്കിയിട്ടാണ് ഞങ്ങൾ കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ചപ്പി കുടിയൻ മാങ്ങ എന്ന് പറയും, മുത്തുക്കുടിയൻ മാങ്ങ എന്ന് പറയും, പിന്നെന്താ ചന്ദ്രക്കാരന, അങ്ങനെ എന്തോ ഒരു പേര് പറയും. അങ്ങനെ 3-4 പേരിൽ അറിയും കേട്ടോ. അപ്പോൾ നിങ്ങളവിടെ ഇതിന് എന്താ പേര് പറയാന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റിൽ ഇട്ടോളൂ. മാങ്ങകളൊക്കെ തൊലി കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളകാണ് 4 കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇനി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുരുമുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അന്ന് ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ കുരുമുളക് പൊടി ഒന്നും ഇടുന്നില്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കണം അതേപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക, ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുളകിൻ്റെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മാറ്റി കൊടുക്കുക. ഇനി സ്റ്റൗമ്മ വെക്കുക. അപ്പോൾ അത് നല്ല എരിവുണ്ട് എന്ന് വിചാരിക്കേണ്ട കേട്ടോ, നമ്മൾ കുറേ തേങ്ങ ഒക്കെ അരച്ച് ഒഴിക്കുന്നതാണ്. അപ്പോൾ എരിവൊക്കെ പോയിക്കോളും. കളറ് കണ്ടിട്ട് നല്ല എരിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നന്നായി തിളച്ച മാങ്ങൊക്കെ നന്നായി വെന്ത് വരട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കറിയിലേക്ക് ഞാനൊരു ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരം വേണമല്ലോ, മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ മധുരമൊക്കെ കൂടിയിട്ടുള്ളൊരു കറിയാണല്ലോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവട്ടെ. അപ്പോഴത്തേന് നമുക്ക് നാളികേരം ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ തേങ്ങ വെള്ളം ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ. നാളെ പുളിപ്പിച്ചിട്ട് എനിക്ക് ഓർക്കിഡിന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓർക്കിടുമ്പോൾ അപ്പോൾ അങ്ങനെ ശരിക്കാണ്ട് പൂക്കൾ വരുന്നില്ല. അപ്പോൾ നാളികേരത്തിൻ്റെ വെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലൊരു വളമാണ്. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെക്കട്ടെ. ഇത് അങ്ങനെ ഒഴിക്കരുത്, നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നാളികേരം ചിരകിയെടുക്കുക. അപ്പോൾ ഒരു 3/4 നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നമുക്ക് ചാറ് നന്നായിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളികേരത്തെ അത്ര എടുത്തിട്ടുണ്ട്. ഇനി അത് അരച്ചെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ലൈലാടെ പോലത്തെ ഫ്രണ്ട് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ജീരകമാണ്, നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറേ ഒന്നുമില്ല, നല്ല കുത്തലൊന്നും വരണ്ട, ഒരു തരി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി അരഞ്ഞിട്ടില്ല, ഒരു 3/4 ഭാഗം അരവായിട്ടുള്ളൂ. നമുക്ക് പട്ടുപോലെ അരച്ചെടുക്കണമല്ലോ. ഇനിയിപ്പോൾ അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും എനിക്ക് ഒരു സംശയം മാറാത്തതാണ് കേട്ടോ, നമ്മൾ മോരുകറി വെക്കുമ്പോഴും ഇങ്ങനത്തെ കറികൾ വെക്കുമ്പോഴും ആദ്യം മോര് ഒഴിക്കണോ അതോ നാളികേരം ഒഴിക്കണോ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും അതായത് രണ്ടും കൂടി ഒരുമിച്ച് അടിച്ചെടുത്താൽ ആ സംശയം മാറി കിട്ടുമല്ലോ. നമുക്ക് ഒരുമിച്ച് അടിച്ചെടുത്തിട്ടൊന്ന് പതിപ്പിച്ചിട്ട് എടുത്താൽ മതിയല്ലോ.
അപ്പോഴത്തെ നാളികേരമൊക്കെ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മിക്സിയുടെ ജാറും കൂടി ഒന്ന് കുലുക്കി ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് പതച്ച് വരണം. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതഞ്ഞ് വരണം. തിളച്ച് വരരുത്. ഞാൻ തിളപ്പിക്കാറില്ല കേട്ടോ. എനിക്കറിയില്ല ഇനി നിങ്ങൾ തിളപ്പിക്കാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വെക്കണ രീതിക്ക് ആവില്ല ഇത് വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്ന രീതിക്കാണ് കേട്ടോ. അപ്പോൾ അന്ന് ഉണ്ടാക്കിയാൽ ഞങ്ങൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 രീതിക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. നമുക്ക് കടുക് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി വേറെ ചീഞ്ചിട്ടൊക്കെ വെച്ചിട്ട് കഴുകാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മുരിങ്ങയിലയും കൂടി വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുഴിയുള്ള ചട്ടിയൊക്കെ ആണെങ്കിൽ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൽ കിടന്ന് പൊട്ടി വരും. ഇത് കുറച്ച് പരന്നൊരു ചട്ടിയാണല്ലോ. കടുകും മുളകും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി റെഡിയായി വന്നു. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചട്ടിയിലൊന്ന് ഒഴിച്ചാൽ നമ്മുടെ കറി റെഡിയായി. ഇത് ഇന്നത്തെയും ടേസ്റ്റ് നാളേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാളേക്ക് കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട്. നാളെ ഇതും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ചോറിനാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമുക്ക് മുരിങ്ങയില വെക്കണമല്ലോ. അപ്പോൾ മുരിങ്ങയില മുട്ടട്ടിട്ടാണ് നമ്മൾ ഉപ്പേരി വെക്കണത്. അപ്പോൾ ഈ ഒരു ഉപ്പേരി ഒരുവിധം കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടാവില്ല. മുരിങ്ങയിലയും മുട്ടയും കൂടിയിട്ടുള്ളത്, അല്ലെങ്കിൽ തക്കാളി ചട്നി. ഇതല്ലേ മിക്കവാറും നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒന്നല്ല കേട്ടോ. അവർ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുള്ളിയും പിന്നെ ഉണക്കമുളകാണ് കേട്ടോ ചതച്ചെടുത്തേക്കണത്. വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായി മുരിഞ്ഞ് വരണ്ട, എന്നാലും കുറച്ചൊന്ന് ഇതായി വരണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചെടുക്കണം. അപ്പോൾ മുട്ടയും മുരിങ്ങയിലയും കൂടിയിട്ട് ചിക്കി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 കോഴിമുട്ട അവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉപ്പേരിയാണെങ്കിൽ മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരൊക്കെ കഴിച്ച് പോകും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ. ഉമ്മ മുന്നേ തന്നെ പറഞ്ഞല്ലോ അത് വെച്ചിട്ട് മുരിങ്ങയില വെച്ചിട്ട് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ ഒരു മുരിങ്ങി ഒരു ഓമൊക്കെ ഉണ്ടെങ്കിൽ, ഓമ കർമൂസ അങ്ങനെ പല പേരും അറിയില്ല, ആ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാൻ ക്ഷാമം ഉണ്ടാവില്ല എന്നാണ് പണ്ടുള്ളവർ പറയാറുള്ളത്. അപ്പോൾ അതെല്ലാം എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഞാൻ ഒരുവിധം സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മുരിങ്ങയില ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് വാടിയതിൻ്റെ ശേഷം ഉപ്പിട്ട് കൊടുക്കുക. മുന്നേ തന്നെ ഉപ്പിട്ട് കൊടുക്കണ്ട, നമുക്ക് കുറേ ഇല ഉള്ള പോലെ തോന്നും. അപ്പോൾ നമ്മൾ കുറേ ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ അത് വേണ്ട, ഒന്ന് വാടിയതിൻ്റെ ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്ന് അടച്ച് വെക്കണുണ്ട് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിൽ മുരിങ്ങി ഓമൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഇനി അഥവാ സ്ഥലമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു കവറിൽ ചാക്കില അല്ലെങ്കിൽ വലിയൊരു ചട്ടിയൊക്കെ മേടിച്ചിട്ട് അതിലൊക്കെ ഒരു കൊമ്പ് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ആവശ്യത്തിനുള്ള ഇലയൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ അനിയത്തി ബഹ്റൈനിൽ അവിടുത്തെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയും പ്ലാവും അതുപോലെ വാഴയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പച്ചക്കറി ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രാവശ്യം കുറേ തക്കാളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി ഷമാമ് അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നിരുന്നു. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ മുരിങ്ങയില ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായി വെന്ത് വരണ്ട, എന്നാലും കുറച്ച് വെന്ത് വരണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം മുട്ട ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലൊക്കെ ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങയില നന്നായി വെന്താലും അത് കയ്പ്പ് രസം വരും. അപ്പോൾ നന്നായി വേവിക്കണ്ട. അപ്പോൾ ഇതായി വന്നപ്പോൾ മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ട ഒഴിച്ച് കൊടുത്തു പറഞ്ഞാൽ അത് പോയിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെ ചെറുതായിട്ട് പോവുകയും ചെയ്യും. നമുക്ക് കഴിക്കണ സമയത്ത് അതിൽ മുട്ട ഉണ്ടെന്ന് പോലും അറിയില്ല. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ കിടന്നോട്ടെ. നമ്മൾ സിമ്മിലാക്കി വെച്ചാൽ മതി കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. എന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നമ്മളിതിൽ മുട്ട ഒഴിച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയും. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് കൂട്ടിയാൽ പോലെ ആവും. ഇങ്ങനെ കോഴിമുട്ട അതിൽ ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഒറ്റയടിക്കാതെ ഇളക്കി കൊടുക്കാതെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോഴിമുട്ടയും കാണാം മുരിങ്ങയിലയും കാണാം. അല്ലെങ്കിൽ മുരിങ്ങയില മാത്രമേ കാണുള്ളൂ, കോഴിമുട്ട ഒരു കഷ്ണം പോലും അതിൽ കാണില്ല. അപ്പോൾ നമ്മൾ മുട്ടൊക്കെ ചിക്കി പിടിക്കില്ല, അതുപോലെ ആക്കി എടുത്താൽ മതി. ഈ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം കൂട്ടിയിട്ട് വയറ് നിറച്ചും ചോറുണ്ണ. അപ്പോൾ ഇനി നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ എവിടേക്കൊക്കെ പോണ ദിവസമൊക്കെ ആണെങ്കിൽ ഈ ഒരു ഉപ്പേരി മാത്രം മതി, വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിന് കോഴിമുട്ട മാത്രമല്ല താറാമുട്ടയും വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ല മുട്ട കുറച്ച് വലിയ കഷ്ണമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. മുന്നേ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടില്ല. തേങ്ങ ഒക്കെ ചമ്മന്തി അരച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുമല്ലോ, അതുപോലെ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയായി, ഉപ്പേരിയായി. ഇനി മീൻ കുറച്ച് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ പുതിയാപ്പള എന്ന് പറയട്ടോ. പിന്നെ പുതിയാപ്പള കോര അങ്ങനെയൊക്കെ പറയില്ലേ നിങ്ങൾ, കിളിമീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു മീനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. ഇനി മീൻ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ മീനൊക്കെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ.
അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വെള്ളരിക്കയും പിന്നെ മാങ്ങയും കൂടിയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അത് ഇതുപോലെയല്ല, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതാ മീനൊക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മൾ മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ അതായപ്പോൾ അതാ അതിൽ കോരി എടുത്തിട്ടുണ്ട്. മോന് മീൻ പൊരിച്ചതൊന്നും കഴിക്കില്ല കേട്ടോ. ഒരു മീനും കഴിക്കില്ല, ചെമ്മീൻ പോലും അവൻ കഴിക്കില്ല. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടാണ് മുരിങ്ങയിലയും പിന്നെ മുട്ടയും കൂടി ചിക്കി പൊരിച്ച് ഉപ്പേരി വെച്ചേക്കണത്, പിന്നെ മാമ്പഴ പുളിശ്ശേരിയും. അപ്പോൾ അതാ ഉച്ചക്കിലേക്കുള്ള ചോറ് വിളമ്പിയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി എന്നൊരു മാങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ ആ ചോറിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞിട്ട് കഴിക്കാൻ ഭയങ്കര രസമാണല്ലേ. ഇനി ഇതാ നമുക്ക് കറി വെക്കാനൊന്നും കിട്ടാത്ത ദിവസം അല്ലെങ്കിൽ മീനൊക്കെ കിട്ടാത്തൊരു ദിവസമാണെങ്കിൽ ഈ ഒരു ഉപ്പേരി മാത്രം മതി കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇതാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. അപ്പോൾ അതാ ചോറിലേക്ക് ഉപ്പേരിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്നൊക്കെ പറയുമ്പോൾ നല്ല സാധനമാണല്ലോ മുരിങ്ങയില, നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടിക്കുന്നതാണ്. പിന്നെ മുരിങ്ങയിലക്ക് കുറേ ഗുണങ്ങളുണ്ട്. മാമ്പഴ പുളിശ്ശേരി, മീൻ പൊരിച്ചത്, ഉപ്പേരിയൊക്കെ ആയിട്ട് ഞാൻ ഉമ്മാക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.